കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സുധീഷ് വിളിച്ചിട്ട് കോൾ എടുക്കാത്തതിനെ തുടർന്ന് സുഭാഷ് തൻ്റെ ടെൻഷൻ അനിയന്മാരോടായി പങ്കുവെക്കുന്നുണ്ട്. ഒരാൾ ഫോൺ എടുത്തില്ലെന്ന് വെച്ച് എന്തിനാ ഇങ്ങനെ കടന്നു ചിന്തിക്കുന്നതെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ, ഫോൺ എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഇത് പക്ഷേ സ്വിച്ച് ഓഫ് അല്ലേ, എടാ അവനങ്ങനെ ചെയ്യാറുണ്ടോ എന്ന് ടെൻഷനോടെ സുഭാഷൻ ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമെന്ന് ഓർത്തിട്ട് എന്റെ നെഞ്ച് കിടന്ന് പിടയ്യ എന്ന് സുഭാഷ് ആദ്യോടെ പറയുമ്പോൾ, ഒന്നും ഉണ്ടാവില്ലേട്ടാ എന്ന് ഹരീഷും അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. നികേഷും സുഭാഷിന്റെ അടുത്തേക്ക് വന്ന്, സുധീഷേട്ടൻ ആ ചേച്ചിയെ നന്നായി ഇഷ്ടപ്പെട്ടതാ, രജിസ്ട്രേഷൻ നമുക്ക് തടയാൻ പറ്റി, പക്ഷേ കല്യാണം തടയാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? സുധീഷേട്ടൻ ശരിക്കും ഒരു പാവാ, നാളെ കല്യാണം കഴിഞ്ഞ് ആ കുട്ടി കയ്യിൽ നിന്ന് പോകുമെന്ന് തോന്നിയപ്പോ അടിച്ച് ഓഫായി എവിടെയെങ്കിലും ബോധം കെട്ട് കിടക്കുന്നുണ്ടാവും, അതാ സ്വിച്ച് ഓഫ് എന്ന് നികേഷും പറയുന്നുണ്ട്. എടാ നിന്റെ ചേട്ടന് മാത്രം ഇഷ്ടപ്പെട്ടാ മതിയോ, അവനെ കെട്ടാൻ ആ കുട്ടിക്കും കൂടി ഇഷ്ടാവണ്ടേ എന്ന് സുഭാഷും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. നാളെ കല്യാണമാണെങ്കിൽ ആ രജിസ്ട്രേഷൻ തടഞ്ഞത് വെറുതെ ആയില്ലേ, ഇനി ഇത് തടയാൻ എന്തു ചെയ്യുമെന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. ദേ നീ മിണ്ടാതിരുന്നേ, അന്ന് ചെയ്തതേ അബദ്ധമായിരുന്നു, ഇനി ഇതുകൂടി മുടക്ക്, എല്ലാവർക്കും കൂടി ജയിലിൽ പോയി കിടക്കാം എന്ന് സുഭാഷും അവന് വഴക്ക് പറയുന്നുണ്ട്. ഈ അവസ്ഥയിൽ ജീവിക്കുന്നതിലും ഭേദം അതാ എന്ന് ഹരീഷും ടെൻഷനോടെ പറയുന്നുണ്ട്. ചിലപ്പോൾ കല്യാണ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ഓട്ടത്തിലാണെങ്കിലോ വണ്ടി ഓടിക്കുന്നതിനിടയിൽ ബുദ്ധിമുട്ടാവണ്ടെന്ന് കരുതി ഫോൺ ഓഫ് ചെയ്ത് വെച്ചതായിരിക്കും എന്ന് നികേഷ് പറയുമ്പോഴേക്കും, എടാ നമുക്കൊന്ന് പോയി അന്വേഷിച്ചാലോ എന്ന് സുഭാഷും ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ സുധീഷ് ഏട്ടൻ വിളിച്ചോളുമെന്ന് ഹരീഷും. ഏയ് ഇതങ്ങനെയല്ലെന്ന് പറഞ്ഞ് സുഭാഷ് വീണ്ടും ടെൻഷനോടെ മൊബൈൽ എടുത്ത് സുധീഷിന്റെ മൊബൈലിലേക്ക് കോൾ ചെയ്യുന്നുണ്ട്. വീണ്ടും സ്വിച്ച് ഓഫ് എന്ന് പറയുമ്പോഴേക്കും സുഭാഷ് ആകെ ടെൻഷനോടെ തന്നെ നിൽപ്പുണ്ട്. അവിടെ സൂര്യ രാജീവ് ഏൽപ്പിച്ച ആളുകളോട് ദേഷ്യത്തോടെ സംസാരിച്ചോണ്ടിരിക്കുക. നിങ്ങൾ ഇത്രയും പേര് ഇവിടെ ഉണ്ടായിട്ടും അവനെ തടയാൻ പറ്റിയില്ലെന്ന് പറഞ്ഞ എന്നവൻ ചോദിക്കുമ്പോൾ, സാറേ അവന്റെ തൊട്ടുപിറകെ ഇതുവരെ ഞങ്ങൾ ഉണ്ടായിരുന്നു, പിന്നെയാ പോയതെന്ന് അവർ പറയുന്നുണ്ട്, മാഞ്ഞു പോയോ അതോ പറന്നോ എന്ന് സൂര്യ ദേഷ്യത്തോടെ ചോദിക്കുമ്പോഴേക്കും സുധീഷിന്റെ ജീപ്പ് ആ വഴി വരുന്നുണ്ട്. സുധീഷും അവരെ കണ്ട് ജീപ്പ് നിർത്തുമ്പോഴേക്കും, സാറേ ഇതാ അവര് എന്ന് അയാളും സൂര്യയോടായി പറയുന്നുണ്ട്. ഏയ് നിധി സ്റ്റോപ്പ് എന്ന് സൂര്യ വിളിച്ചു പറയുമ്പോഴേക്കും സൂര്യയും കൂട്ടരെയും കണ്ട് അവരും പേടിയോടെ വണ്ടി റിവേഴ്സ് എടുത്ത് പോകുന്നുണ്ട്. അത് കണ്ട് സൂര്യയും കൂട്ടരും അവരുടെ പുറകെ തന്നെ വണ്ടി ഓടിച്ചോണ്ട് പോകുന്നുണ്ട്. നിധിയും ആകെ ടെൻഷനോടെ അവർ വരുന്നുണ്ടെന്ന് തോന്നുന്നു, വേഗം പോ എന്ന് സുധീഷിനോടായി വിളിച്ച് പറയുന്നുണ്ട്. പിന്നീട് സൂര്യ രാജീവിനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നതാണ് കാണിക്കുന്നത്. രാജീവും കാര്യമെല്ലാം അറിഞ്ഞ് ഞങ്ങൾ ഇതാ എത്തിയെന്ന് സൂര്യയോടായി പറഞ്ഞ് കോൾ വെച്ചോണ്ട് അരുണിനോടായി, അരുൺ സൂര്യ അവരെ കണ്ടെന്ന്, വരപ്പലത്തിനടുത്ത് വെച്ച് ജീപ്പിൽ അവരെ കണ്ടു, സൂര്യ പുറകെയുണ്ട്, അവൻ ലൈവ് ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്, നീ വണ്ടി എടുക്കെന്ന് പറയുമ്പോഴേക്കും അരുണും വണ്ടി എടുക്കുന്നുണ്ടേ. സൂര്യയും കൂട്ടരും ജീപ്പ് വെട്ടിക്കാനായി അവന്റെ പുറകെ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുക. നിധിയും ആകെ ടെൻഷനോടെയും പേടിയോടെയും പെട്ടെന്ന് പോയെന്ന് സുധീഷിനോടായി പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അരുണും രാജീവ് പറഞ്ഞു കൊടുക്കുന്ന വഴിയെ കാർ ഓടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഒരു ജംഗ്ഷനിൽ വെച്ച് അവരുടെ ജീപ്പിനെ 3 പേരും വളഞ്ഞിട്ട് പിടിക്കുന്നുണ്ട്. ആകെ ടെൻഷനോടെ എന്ത് ചെയ്യണമെന്നറിയാതെ നിധി പരിഭ്രമത്തോടെ ഇരിക്കുമ്പോഴേക്കും അവളോട് ഇറങ്ങാനായി സുധീഷ് പറയുന്നുണ്ട്. അവര് 2 പേരും ജീപ്പിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും രാജീവും അരുണും കാറിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. രാജീവിനെ കണ്ട് നിധിയും പേടിയോടെ സുധീഷിന്റെ കൈത്തണ്ടയിൽ പിടിച്ച് അവന്റെ പുറകിൽ ഒളിക്കുന്നുണ്ട്. അപ്പോഴേക്കും സൂര്യയും കാറിൽ നിന്ന് ഇറങ്ങി അവരുടെ അടുത്തേക്ക് ചെന്ന്, ഇവനെ കെട്ടാനാണോ ഇനി ഇറങ്ങിപ്പോയതെന്ന് ചോദിക്കുന്നുണ്ട് നിധിയോട്. നിന്റെ ഒരു മോഹവും ഇനി നടക്കാൻ പോകുന്നില്ല, ഇന്ന് വൈകുന്നേരം തന്നെ നിശ്ചയം നടക്കും, നാളെ തന്നെ കല്യാണവും, പിന്നെ എന്ത് വേണമെന്ന് എനിക്കറിയാം, അങ്ങനെ വിടാൻ ഉദ്ദേശമില്ല എനിക്ക്, നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് സൂര്യ ദേഷ്യത്തോടെ അവരുടെ നേർക്ക് നടന്നടക്കുമ്പോഴേക്കും രാജീവ് അവനെ തടഞ്ഞോണ്ട് നിധിയോടായി, നിധി ഇവിടെ വാ എന്ന് പറയുന്നുണ്ട്. അവൾ വരില്ലെന്ന് പറയുമ്പോൾ ക്ഷണിക്കാൻ നിൽക്കാതെ പിടിച്ച് വണ്ടി കയറ്റ്, ഇപ്പൊ പൊക്കിയെടുത്ത് കൊണ്ടുപോയ ഓഡിറ്റോറിയത്തിൽ ആളുകൾ എത്തുന്നതിന് മുമ്പേ തിരിച്ചെത്താം, ഇവന്റെ കാര്യം ഇനി ഇവര് നോക്കിക്കോളും എന്ന് സൂര്യ പറയുന്നത് കേൾക്കെ ആകെ ദേഷ്യത്തോടെ നിധിയും റോഡിൽ കിടന്ന ഒരു കല്ലെടുത്ത് സൂര്യയുടെ നേരെ എറിയുന്നുണ്ട്. അത് കാണാൻ രാജീവും, തല്ലിക്കൊല്ലടാ ഈ നായെ എന്ന് തന്റെ ആൾക്കാർക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. കാര്യം പന്തിയല്ലെന്ന് മനസ്സിലാക്കിയ സുധീഷും അവളുടെ കൈ പിടിച്ചോണ്ട് അവിടെ നോടി രക്ഷപ്പെടുന്നുണ്ട്. പുറകെ തന്നെ രാജീവിന്റെ ആളുകളും. അപ്പോഴേക്കും രാജീവും അരുണിനോടായി, ആരാടാ അവൻ, എത്ര നാളായിട്ട് അവൾക്ക് അവനെ അറിയാം, ആരായാലും ഇനി അവൻ എന്റെ മകളുടെ കൈ പിടിക്കരുത്, വെട്ടിക്കളഞ്ഞേക്കവന്റെ കൈ എന്ന് ദേഷ്യത്തോടെ പറയുമ്പോൾ അരുണും അവരുടെ പുറകെ ഓടുന്നുണ്ട്. അവിടെ സുധീഷിന്റെ വീട്ടിൽ സുഭാഷ് ഉണങ്ങിയ തുണികളെല്ലാം എടുത്തോണ്ടിരിക്കുമ്പോഴാണ് കോളേജിലേക്ക് പോയ നികേഷ് മടങ്ങിയെത്തുന്നത് കണ്ട്, എന്താടാ കോളേജിൽ പോയില്ലെന്ന് സുഭാഷ് ചോദിക്കുന്നത്. പോയി, അവിടെ ചെന്നപ്പോൾ സ്ട്രൈക്ക്, കുറെ നോട്ട്സ് എഴുതാനുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങു പോന്നു എന്ന് പറഞ്ഞ് നികേഷ് അകത്തോട്ട് പോവാനായി തുടങ്ങുമ്പോഴേക്കും ഒരു കാർ അവരുടെ വീടിന്റെ മുറ്റത്ത് വന്ന് നിൽപ്പുണ്ട്. സുഭാഷിന്റെ ട്രാവൽസ് ഓണറായ തോമസ് ഏട്ടൻ കാറിൽ നിന്നിറങ്ങി, എടാ സുഭാഷേ എന്ന് വിളിക്കുമ്പോഴേക്കും, എന്താ തോമസ് ഏട്ടാ എന്ന് ചോദിച്ചോണ്ട് സുഭാഷും അങ്ങേരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ആദ്യം നീ നിന്റെ അനിയനെ വിളിക്കേ എന്ന് പറഞ്ഞ് വീണ്ടും അയാൾ, എടാ സുധീഷേ ഒളിച്ചിരിക്കാതെ ഇറങ്ങി വാടാന്ന് വീട്ടിലേക്ക് നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്.
എന്താ തോമസ് ഏട്ടാന്ന് സുഭാഷ് വീണ്ടും ചോദിക്കുമ്പോൾ അവൻ എവിടെയാണെന്ന് തോമസ് ഏട്ടനും. നിങ്ങളല്ലേ അവനെ അമരവിളയ്ക്ക് അപ്പുറത്തേതോ കല്യാണ ഓട്ടത്തിന് പറഞ്ഞയച്ചത്, അവൻ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ലെന്ന് സുഭാഷ് പറയുമ്പോൾ അതേടാ, അതാ ഞാൻ ചെയ്ത തെറ്റെന്ന് തോമസ് ഏട്ടനും പറയുന്നുണ്ട്. അതികൾക്ക് എന്താ തോമസ് ഏട്ട കാര്യമെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ എടാ അവനെ വിളിച്ച് കിട്ടുന്നില്ല, ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുക എന്ന് തോമസ് ഏട്ടനും പറയുന്നുണ്ട്. ഞങ്ങളും വിളിച്ചിട്ട് അവനെ കിട്ടിയില്ലെന്ന് സുഭാഷ് പറയുമ്പോൾ അത് ശരി, എല്ലാരും കൂടി ചേർന്നുള്ള കളിയല്ലേ, വീടിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് നാടകം കാണിക്കുകയാണെങ്കിൽ സുഭാഷേ എന്റെ സ്വഭാവം മാറുമെന്ന് തോമസ് ഏട്ടനും പറയുന്നുണ്ട്. തോമസ് ഏട്ടൻ എന്താ ഈ പറയുന്നേ, ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് സുഭാഷ് പറയുമ്പോൾ ചേട്ടൻ കാര്യം എന്താണെന്ന് വെച്ചാൽ തുറന്നു പറ എന്ന് നികേഷും പറയുന്നുണ്ട്. എടാ ഞാൻ അവനെ പറഞ്ഞയച്ചത് ആ വീട്ടിലെ കൊച്ചിന്റെ കല്യാണം കഴിയുന്നവരെ അവിടുത്തെ കാറിന്റെ സ്റ്റിയറിംഗ് പിടിക്കാനാ, അല്ലാതെ ആ കൊച്ചിന്റെ ലൈഫിന്റെ സ്റ്റിയറിംഗ് പിടിക്കാനല്ല. നല്ല പയ്യനാണെന്ന് വിചാരിച്ചാ ഞാൻ അവനെ അങ്ങോട്ട് പറഞ്ഞയച്ചത്. എന്നിട്ടിപ്പോ എന്ന് തോമസ് ഏട്ടൻ ചോദിക്കുമ്പോൾ ശരിക്കും എന്താ ഉണ്ടായതെന്ന് നികേഷൻ ചോദിക്കുന്നുണ്ട്. എടാ ആ വീട്ടിലെ പെണ്ണിനെ കടത്തിക്കൊണ്ട് അവൻ പോയെന്ന് എന്ന് തോമസ് ഏട്ടൻ പറയുന്നത് കേട്ട് നികേഷും സുഭാഷും അമ്പരപ്പോടെ നിൽപ്പുണ്ട്. അവിടെ രാജീവിന്റെ ഗുണ്ടകളെ വെട്ടിച്ചോണ്ട് നിധിയും സുധീഷും റോഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് നിധി തളർച്ചയോടെ നിൽക്കുമ്പോഴേക്കും എന്ത് പറ്റിയെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. എനിക്ക് ഓടാൻ വയ്യ, ഞാൻ വീണുപോകുമെന്ന് നിധി കിതപ്പോടെ പറയുമ്പോഴേക്കും എടോ ഒരു നിമിഷം ആ സൂര്യയെ ഒന്ന് ആലോചിച്ചു നോക്ക്, അപ്പോൾ നിൽക്കാൻ പറ്റില്ലെന്ന് സുധീഷ് പറയുമ്പോൾ പുറകെ ഓടി വരുന്ന ഗുണ്ടകളെ കണ്ട് നിധി സുധീഷിന്റെ കൈ പിടിച്ചോണ്ട് ഓടാൻ തുടങ്ങുന്നുണ്ട്. അത് കാണേ സുധീഷും സന്തോഷത്തോടെ ഇനി ആരൊക്കെ കൊല്ലാനും തല്ലാനും വന്നാലും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല എന്ന് അവളുടെ കയ്യിലെ പിടുത്തം നോക്കിക്കൊണ്ടവൻ മനസ്സിൽ പറയുന്നുണ്ട്. സുധീഷിന്റെ കാര്യമറിഞ്ഞ സുഭാഷും തോമസ് ഏട്ടൻ എന്താ ഈ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എടാ ആ പെണ്ണിന്റെ അച്ഛൻ എന്നെ വിളിച്ചിരുന്നു, അവളുടെ മോളെ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ അവരെന്റെ കച്ചവടം പൂട്ടിക്കുമെന്ന് പറഞ്ഞു. പറഞ്ഞ പോലെ ചെയ്യാൻ കഴിവുള്ളവരാ സുഭാഷേ. നാളെ ആ പെണ്ണിന്റെ കല്യാണമാ, അവരുടെ കയ്യിലെങ്ങാനും പെട്ട അവൻ തീർന്നു, പട്ടടൈ വെക്കാൻ പോലും ബാക്കിയുണ്ടാവില്ല, ഓർത്തോ. സത്യം പറ, ആ ചെറുക്കനും പെണ്ണും അകത്തുണ്ടോ എന്ന് തോമസ് ഏട്ടൻ ചോദിക്കുന്നുണ്ട്. എന്റെ പൊന്നു തോമസ് ഏട്ടാ ഇല്ല എന്ന് സുഭാഷ് തീർത്തു പറയുമ്പോ എന്റെ സുഭാഷേ ഞാൻ സംസാരിച്ച് ബോധ്യപ്പെടുത്താം, ജീവൻ വിട്ടുള്ള കളിയാണെന്ന് തോമസ് ഏട്ടനും ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്റെ പൊന്നു തോമസ് ഏട്ടാ നിങ്ങൾ പറയുമ്പോഴാ ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത്. പിന്നെ ഒന്നാമത്തെ കാര്യം അവൻ അങ്ങനെ ഒരുത്തനല്ല എന്ന് സുഭാഷ് പറയുമ്പോൾ പിന്നെ അവൻ ഒന്നും ചെയ്യാതെ പെണ്ണിന്റെ അച്ഛൻ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തോ, രാത്രിക്ക് രാത്രി ആരും അറിയാതെ ആ പെണ്ണിനെ കടത്തിക്കൊണ്ട് പോയതാ, അവൻ ഇങ്ങോട്ട് വന്നാൽ എന്നെ ഫോൺ വിളിച്ചേക്കണം, പറഞ്ഞില്ലെന്ന് വേണ്ട, നിങ്ങളെയൊക്കെ വിശ്വസിച്ച് അവനെ ജോലിക്കെടുത്ത എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് തോമസ് ഏട്ടനും കാറെടുത്ത് പോകുന്നുണ്ടേ. സുഭാഷും ടെൻഷനോടെ അകത്തേക്ക് കയറിപ്പോവാൻ തുടങ്ങുമ്പോഴേക്കും നികേഷ് വിളിച്ചു നിർത്തി. സുഭാഷ് ഏട്ടാ സുധീഷ് ഏട്ടനെയും ആ പെണ്ണിനെയും പൊക്കിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അറിയില്ലെന്ന് പറഞ്ഞ് സുഭാഷും ടെൻഷനോടെ അകത്തേക്ക് കയറി പോകുന്നുണ്ടേ. അങ്ങനെ റോഡിലൂടെ നിധിയും കൊണ്ട് സുധീഷ് ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് വാമനപുരം പോലീസ് സ്റ്റേഷൻ എന്നൊരു ബോർഡ് കണ്ട് അവൻ അവിടെ നിൽക്കുന്നത്. പുറകെ ഓടി വരുന്ന ഗുണ്ടകളെ ഒരു നിമിഷം നോക്കിക്കൊണ്ട് അവൻ നിധിയെ വിളിച്ചുകൊണ്ട് ആ പോലീസ് സ്റ്റേഷനിനുള്ളിലേക്ക് ഓടിക്കയറുന്നുണ്ട്. പുറകെ തന്നെ ഗുണ്ടകളും ഓടുന്നുണ്ട്. അവർ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടിക്കയറി അവിടെ കണ്ട പോലീസുകാരനോട് സാർ അവർ ഞങ്ങളെ പിടിക്കാൻ വരുന്നു എന്ന് പേടിയോടെ പറയുമ്പോഴേക്കും ഗുണ്ടകളും പോലീസ് സ്റ്റേഷന്റെ മുറ്റത്തെത്തുന്നുണ്ട്. ആരെന്ന് പോലീസുകാരൻ ചോദിക്കുമ്പോഴേക്കും ദാ സാർ അവരാണെന്ന് പറഞ്ഞ് സുധീഷ് അവരെ ചൂണ്ടി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും അരുണും സൂര്യയും ഒരു കാറിൽ അങ്ങോട്ടെത്തുന്നുണ്ട്. അവർ ഗുണ്ടകളോടായി നിങ്ങൾ ഇവിടെ തന്നെ നിന്നാ മതി എന്നും പറഞ്ഞ് പോലീസ് സ്റ്റേഷനകത്തേക്ക് കയറി ചെല്ലുന്നുണ്ട്. അവരെ കണ്ട് ഇവരാണോ നിങ്ങളെ കൊല്ലാൻ നോക്കുന്നതെന്ന് പോലീസുകാരൻ ചോദിക്കുമ്പോഴേക്കും അതെ എന്ന് സുധീഷും പറയുന്നുണ്ട്. പുറത്ത് കുറച്ച് ഗുണ്ടകളുമുണ്ടെന്ന് അവൻ പറയുമ്പോഴേക്കും പോലീസുകാരൻ ഗുണ്ടകളെ നോക്കിക്കൊണ്ട് എന്താടാ എന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ലെന്നവർ പറയുമ്പോഴേക്കും അവരോട് പോവാനായി പറയുന്നുണ്ട് പോലീസ്. അത് കേൾക്കെ അവർ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴേക്കും രാജീവും തന്റെ കാറുമായി അങ്ങോട്ടെത്തുന്നുണ്ട്. അയാളെ കണ്ട് അകത്തുണ്ട് സാർ എന്നവർ പറയുമ്പോഴേക്കും രാജീവും പോലീസ് സ്റ്റേഷനകത്തേക്ക് കയറി പോകുന്നുണ്ട്. സ്റ്റേഷനിൽ വെച്ച് നിധിയെ കണ്ട് രാജീവ് ദേഷ്യത്തോടെയും സങ്കടത്തോടെയും നോക്കുമ്പോഴേക്കും നിധിയും പേടിയോടെ സുധീഷിന്റെ പുറകിൽ ഒളിക്കുന്നുണ്ട്. അത് കണ്ട് രാജീവ് അവളെ ദേഷ്യത്തോടെ നോക്കുമ്പോഴേക്കും സൂര്യയും അത് കണ്ട് വാടി ഇവിടെ എന്ന് പറയുന്നുണ്ട്. വരില്ലെന്നവൾ പേടിയോടെ തലയാട്ടുമ്പോഴേക്കും വരാനെന്ന് സൂര്യയും. നിന്നോട് വരാൻ പറഞ്ഞിട്ടെന്ന് പറഞ്ഞ് അവൻ അവരുടെ നേരെ ചെല്ലുമ്പോഴേക്കും സുധീഷ് അവനെ തടഞ്ഞു നിർത്തുന്നുണ്ട്. അപ്പോഴേക്കും സൂര്യയും ദേഷ്യത്തോടെ അവനോടായി നീ ആരടാ ഇതിൽ ഇടപെടാൻ എന്ന് പറഞ്ഞ് അവന്റെ മുഖമടച്ചൊന്ന് കൊടുക്കുന്നുണ്ട്. വേണ്ട സൂര്യ എന്ന് പറഞ്ഞ് അരുൺ അവനെ പിടിച്ചു മാറ്റുമ്പോഴേക്കും എടാ നിർത്തടാ, നിങ്ങൾക്ക് കിടന്ന് നാടകം കളിക്കാനേ, ഇത് ഫൈനാൻസ് ഹാളല്ല പോലീസ് സ്റ്റേഷനാണെന്ന് പോലീസുകാരൻ പറയുന്നുണ്ട്. അപ്പോഴേക്കും SI അങ്ങോട്ട് വന്ന് എന്താ ഇവിടെ ഒരു പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. അത് തന്നെ സാറേ ഞാനും ചോദിക്കുന്നത്, കൊല്ലാൻ വരുന്നു എന്ന് പറഞ്ഞ് ഈ പിള്ളേര് കയറി വന്നു, പിന്നാലതെ ഇവരും കൂടെ പുറത്ത് കുറെ അലവലാദികളും. എന്നാ പോലീസുകാരൻ SIയോടായി പറയുമ്പോഴേക്കും ദേ ഞങ്ങൾ വന്നത് കാര്യത്തിനാ, ദാ ഇവനാ കള്ളത്തരം കാണിച്ചതെന്ന് സൂര്യയും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. സൂര്യ ഒന്നും മിണ്ടാതിരിക്കുന്ന അരുൺ പറയുമ്പോഴേക്കും ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ മിണ്ടാതിരിക്കും എന്ന് ദേഷ്യത്തോടെ സൂര്യയും ചോദിക്കുന്നുണ്ട്.
രാജീവ് അപ്പോഴേക്കും നിധിയോടായി നിധി വാ എന്ന് വിളിക്കുന്നുണ്ട്. ഇല്ലെന്ന് പറഞ്ഞ് അവൾ സുധീഷിന്റെ പുറകിൽ ഒളിക്കുമ്പോഴേക്കും നിന്നോട് വരാനാ പറഞ്ഞതെന്ന് രാജീവനും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അത് കാണേ സൂര്യയും ദേഷ്യത്തോടെ നിധി വിളിക്കുന്നത് കേട്ടില്ലേ, വരാൻ പറഞ്ഞ എന്ന് പറഞ്ഞ് അവളുടെ നേരെ നടന്നടുക്കുമ്പോഴേക്കും സുധീഷ് അവനെ പിടിച്ച് തള്ളുന്നുണ്ട്. സൂര്യ മലർന്നടിച്ച് നിലത്ത് വീഴുമ്പോഴേക്കും അരുണും ദേഷ്യത്തോടെ സുധീഷിന്റെ നേരെ പാഞ്ഞെടുത്ത് ഡാ സൂര്യ തല്ലാറായോടാ നീ എന്ന് ചോദിച്ചോണ്ട് സുധീഷിനെ പൊതിരെ തല്ലുന്നുണ്ടവൻ. അപ്പോഴേക്കും ഒരു പോലീസുകാരൻ വന്ന് അവരെ പിടിച്ചു മാറ്റുമ്പോഴേക്കും എന്താ ഇവിടെ നടക്കുന്നത്, അന്തയാണെന്ന് വിചാരിച്ചോ, നിനക്കൊക്കെ തോന്നിവാസം കാണിക്കാനുള്ള സ്ഥലമാണോ ഇതെന്ന് SIയും ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ആദ്യം കണ്ട പോലീസുകാരൻ സുധീഷിനോടായി ചോദിക്കുന്നുണ്ട്, അനിയ ഇവരാണോ നിങ്ങളെ കൊല്ലാൻ വന്നതെന്ന്. അതെ എന്ന് സുധീഷ് പറയുമ്പോ കൊല്ലാൻ വന്നെന്നോ, ഇന്ന് ഞാൻ എന്ന് പറഞ്ഞ് സൂര്യ വീണ്ടും അവന് നേരെ തിരിയുന്നുണ്ട്. ഇവൻ കുറെ നേരമായിട്ട് ഇവിടെ കിടന്ന് തിളയ്ക്കുന്നു, പിടിച്ച് ലോക്കപ്പിലിട്, ഒന്നാറട്ടെ എന്ന് SI പറയുമ്പോഴേക്കും സോറി സാർ ഞാൻ നോക്കിക്കോളാം സാർ എന്ന് അരുണും പറയുന്നുണ്ട്. രാജീവ് വീണ്ടും നിധിയോടായി നിധി ഇങ്ങോട്ട് വരാനാ പറഞ്ഞത് എന്ന് പറയുമ്പോഴേക്കും അവൾ സുധീഷിന്റെ പുറകിൽ ഒളിച്ചോണ്ട് ഇല്ലച്ചാ എനിക്ക് പേടിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും SI രാജീവനോടായി ഹലോ കുറച്ച് ഇങ്ങോട്ട് നോക്കി സംസാരിക്കണം, ഈ സ്റ്റേഷന്റെ ഇൻചാർജേ എനിക്കാ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അരുൺ തന്റെ പേഴ്സിൽ നിന്ന് വിസിറ്റിംഗ് കാർഡ് എടുത്തു കൊടുത്തോണ്ട് സാർ ഇതെന്റെ അനുജത്തിയ, ഇതെന്റെ അച്ഛൻ, ആ കാർഡിലെ കമ്പനികളുടെയൊക്കെ ഓണർ അച്ഛൻ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും സൂര്യ തന്റെ പോക്കറ്റിലെല്ലാം തിരഞ്ഞു നോക്കിക്കൊണ്ട് നാശം, ആവശ്യമുള്ള സമയത്ത് എടുക്കേമില്ല എന്ന് പിറുപിറുക്കുന്നുണ്ട്. അത് കേട്ട് എന്താ എന്ന് പോലീസുകാരൻ ചോദിക്കുമ്പോ എന്റെ ബിസിനസ് കാർഡ് എന്ന് അവൻ പറയുന്നുണ്ട്. അരുൺ അപ്പോഴേക്കും SIയോടെ പറയുന്നുണ്ട് സാർ എന്റെ പെങ്ങളെ അവൻ കടത്തിക്കൊണ്ട് പോവുകയായിരുന്നു എന്ന്. അയ്യോ ഇല്ല സാർ എന്ന് സുധീഷ് പറയുമ്പോ അതേ നിങ്ങളുടെ പെങ്ങൾ ഇപ്പോഴും അവന്റെ അടുത്ത് തന്നെയല്ലേ നിൽക്കുന്നത്, കടത്തിക്കൊണ്ടു പോകുന്നത് ഇങ്ങനാണോ എന്ന് പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്. അജീവ് അപ്പോഴും ദേഷ്യത്തോടെ അവളെ നോക്കിക്കൊണ്ട് നിധി വാ എന്ന് പറയുമ്പോഴേക്കും നിധിയും വരില്ലെന്ന് തലയാട്ടുന്നുണ്ട്. SI അപ്പോഴേക്കും ദേഷ്യത്തോടെ നിൽക്കുന്ന രാജീവിനോടായി സാർ ഒന്നിരിക്കെ ഒന്ന് ചോദിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. എനിക്കെന്റെ മകളെയും കൂട്ടി മടങ്ങിയ മാത്രം മതി എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് വീണ്ടും നിധിയോടായി നിധി വരാനാ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. സൂര്യയും ദേഷ്യത്തോടെ വിളിക്കുന്നത് കേട്ടില്ലേ, ഇപ്പൊ പുറപ്പെട്ട വൈകുന്നേരം റിസപ്ഷന് മുമ്പായി എത്താം വാ എന്ന് വിളിക്കുന്നുണ്ട്. രാജീവ് അപ്പോഴേക്കും അവളുടെ അരികിലേക്ക് ചെന്ന് നിന്നെ കൊണ്ടുപോവാൻ അറിയാഞ്ഞിട്ടല്ല വാ എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ പിടിച്ചു വലിക്കുമ്പോഴേക്കും വേണ്ട സാർ എന്ന് പറഞ്ഞ് സുധീഷും അയാളുടെ കൈ പിടിക്കുന്നുണ്ട്. അത് കാണേ രാജീവും ദേഷ്യത്തോടെ മാറടാന്നും പറഞ്ഞ് അവന്റെ മുഖത്ത് ആഞ്ഞടിക്കുന്നുണ്ട്. അയ്യോ അച്ഛ എന്ന് പറഞ്ഞ് നിധി സുധീഷിനെ പിടിക്കുമ്പോഴേക്കും നീ ഇവനെ സപ്പോർട്ട് ചെയ്യുന്നു വരാൻ എന്ന് പറഞ്ഞ് രാജീവ് അവളെ പിടിച്ചു വലിച്ചോണ്ട് പോകുന്നുണ്ട്. അത് തടയാൻ ശ്രമിക്കുന്ന സുധീഷിനെ പോലീസുകാരൻ പിടിച്ചു വെക്കുമ്പോഴേക്കും സാർ കൊണ്ടുപോകരുതെന്ന് അവനും പറയുന്നുണ്ട്. അപ്പോഴേക്കും SIയും രാജീവിനോടായി മതി സാർ, കാര്യം നിങ്ങൾ ആ കുട്ടിയുടെ അച്ഛനും വലിയ ബിസിനസ്സുകാരനുമൊക്കെ ആയിരിക്കാം, പക്ഷേ ഇവിടെ എങ്ങനെ പെരുമാറണമെന്ന് തീരുമാനിക്കേണ്ടതേ ഞാനാ, അത് ഓർമ്മ വേണം എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കെ അവളുടെ അഹങ്കാരം കണ്ടില്ലേ നിന്നെ ഞാനെന്ന് പറഞ്ഞ് സൂര്യ വീണ്ടും അവളുടെ നേരെ നടന്നെടുക്കുമ്പോഴേക്കും അരുൺ അവനെ പിടിച്ചു മാറ്റുന്നുണ്ട്. എന്നിട്ട് അരുൺ SIയോടായി പറയുന്നുണ്ട് സാർ ഞങ്ങളുടെ വീട്ടിലെ ഡ്രൈവർ ആയിരുന്നു ഇവൻ, എന്റെ പെങ്ങളെ തട്ടിയെടുത്തോണ്ട് മുങ്ങാൻ നോക്കിയതാണെന്ന്. അപ്പോഴേക്കും രാജീവും അങ്ങോട്ട് വന്ന് സാർ ഞാൻ ഇവളെ കൊണ്ടുപോകുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അരുണിനോടായി അരുൺ ഈ നായയെ വെറുതെ വിടരുതെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അരുൺ സുധീഷിനെ നേരെ തിരിയുമ്പോഴേക്കും പോലീസുകാരൻ അവനെ പിടിച്ചു മാറ്റിക്കൊണ്ട് സാർ ഇവിടെ നിൽക്കുന്നത് കണ്ടില്ലേ എന്ന് അരുണിനോടായി ചോദിക്കുന്നുണ്ട്. രാജീവും ദേഷ്യത്തോടെ അങ്ങോട്ട് വന്ന് സാർ എന്റെ ഒരേ ഒരു മകളാ ഇത്, ഇന്ന് നിശ്ചയവും നാളെ കല്യാണവും തീരുമാനിച്ചിരുന്നതാ, തലേന്ന് രാത്രി ഇവൻ കടത്തിക്കൊണ്ട് പോന്നു, ആ ഇവനെ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും സൂര്യയും പറയുന്നുണ്ട് സാർ എന്റെ കല്യാണത്തിന്റെ റിസപ്ഷനാണ് വൈകിട്ട്, എനിക്കതിനെത്തിയേ പറ്റൂ, എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണമെന്ന്. അത് കേൾക്ക് SIയും തന്നോട് ആരാ പോണ്ടെന്ന് പറഞ്ഞത്, ഇവനല്ലേ ഈ കുട്ടിയെ കടത്തിക്കൊണ്ട് വന്നത്, ഞാൻ തന്റെ കല്യാണത്തിന് പോയെന്ന് SI അവനോടായി പറയുന്നുണ്ട്. അത് കേൾക്ക് സൂര്യയും ദേഷ്യത്തോടെ സാർ ഞാനാ ഇവളെ കെട്ടാൻ പോകുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അരുണും പറയുന്നുണ്ട് ഇന്ന് നിശ്ചയവും നാളെ കല്യാണവും ഉറപ്പിച്ചിരുന്നതാ, ഇതിന്റെ ഇടയിലായവൻ എന്ന് പറഞ്ഞ അരുൺ വീണ്ടും ദേഷ്യത്തോടെ സുധീഷിന്റെ നേരെ നടന്നെടുക്കുമ്പോഴേക്കും പോലീസുകാരൻ അവനെ തടയുന്നുണ്ട്. അപ്പോഴേക്കും SIയും പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് ചോദിക്കാം, പക്ഷേ നിങ്ങളുടെ അനിയത്തിയുടെ മട്ടും ഭാവവും കണ്ട ഇവൻ തട്ടിക്കൊണ്ട് വന്നയാണെന്ന് തോന്നുന്നില്ലല്ലോ എന്ന്. അത് കേൾക്കെ സുധീഷും പറയുന്നുണ്ട് സാർ സത്യമായിട്ടും ഞാൻ തട്ടിക്കൊണ്ട് വന്നതല്ല, ഇവര് വെറുതെ നുണ പറയുന്നതാണെന്ന്. അപ്പോഴേക്കും SIയും നിധിയോടായി കുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞതാണോ ശരിയെന്ന് ചോദിക്കുന്നുണ്ട്. നിധി സുധീഷിന് നേരെ നോക്കുമ്പോഴേക്കും പറ എന്ന് സുധീഷും പറയുന്നുണ്ട്. ധൈര്യമായിട്ട് പറഞ്ഞോ ഇവൻ കുട്ടിയെ തട്ടിക്കൊണ്ട് പോന്നതാണോ, കുട്ടിയോടാ ചോദിച്ചേ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. SI ചോദിക്കുമ്പോഴേക്കും അതെ എന്ന് പറഞ്ഞില്ലേ സാർ എന്ന് രാജീവനും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. ഇവൻ ഇവളെ തട്ടിക്കൊണ്ട് പോന്നു, ഞാൻ പരാതി തരുന്നു, ഇവനെ പിടിച്ച് ലോക്കപ്പിലിടൂ സാർ എന്ന് രാജീവ് പറയുന്നത് കേട്ട് സുധീഷും ആകെ പരിഭ്രാന്തനാവുന്നുണ്ട്. സൂര്യയും ദേഷ്യത്തോടെ വേഗം പോകാം അങ്കിൾ, അവിടെ ആളുകൾ എത്തിക്കഴിഞ്ഞു, മമ്മിയുടെ കോൾ കുറെ വന്നതാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ആ പോലീസുകാരനും സുധീഷിനോടായി പറയുന്നുണ്ട് അത് ശരി, വീട്ടുകാരെല്ലാവരും കൂടി കൊല്ലാൻ വരുന്നൊരു കഥയുണ്ടാക്കിയിട്ട് എന്ന് ചോദിക്കുമ്പോഴേക്കും സാർ അങ്ങനെയല്ലെന്ന് സുധീഷും പറയുന്നുണ്ട്. അപ്പോഴേക്കും രാജീവും
അരുൺ ഇവനെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേ. കേസ് കൊടുത്തിട്ടാണെങ്കിലും അല്ലെങ്കിലും ഇവനെ ഇനി വെറുതെ വിടരുത് എന്ന് അരുണിനോടായി പറഞ്ഞുകൊണ്ട് സാർ ഞാൻ എൻ്റെ മോളെ കൊണ്ട് പോവാന്ന് എസ് പറയുന്നുണ്ട്. ആ പോവാം അങ്കിൾ, അരുണെ വാ എന്ന് സൂര്യയും കൂടി പറയുമ്പോഴേക്കും രാജീവ് നിധിയെ പിടിച്ചു വലിച്ചുകൊണ്ട് പോവാനൊരുങ്ങുന്നുണ്ട്. അപ്പോഴേക്കും എസ് അടുത്ത് ചെന്ന് സാർ എന്തെങ്കിലും ഒന്ന് ചെയ്യണം പ്ലീസ് സാർ എന്ന് പറയുമ്പോഴേക്കും എസ് രാജീവിനെ വിളിച്ചോണ്ട് ഹലോ രാജീവ് സാർ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും അമ്പരപ്പോടെ നിൽക്കുന്ന അവരെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.